ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പോലീസ് നാട്ടുകാരെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും മറ്റുള്ളവരെയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും അല്പസമയത്തിനകം. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസിൽ നിന്നും ഒപ്പം തന്നെ നാട്ടുകാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിലവിൽ ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഇവരുടെ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്ത് ഇങ്ങോട്ട് വരുന്നത് എപ്പോഴും വരാറില്ലായിരുന്നു, ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. ശ്രീധുവിൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ടാണ് ഇന്നലെ അയാൾ എത്തിയത്. ഇന്നായിരുന്നു മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടത്. എന്തായാലും പലതരത്തിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കുട്ടിയെ ആര് കിണറ്റിലിട്ടു, അല്ലെങ്കിൽ കൊന്നതിന് ശേഷമാണോ കിണറ്റിലേക്ക് ഇട്ടത് എന്ന കാര്യത്തിലൊക്കെ ഇനി സ്ഥിരീകരണവും വ്യക്തതയും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെയുണ്ട്, നാട്ടുകാർ ഒക്കെ ഇവിടെ കൂടി നിന്നുണ്ട്. ഇങ്ങനെയൊരു വാർത്ത അറിഞ്ഞതിൻ്റെ ഷോക്കിലാണ് ഇവരൊക്കെ ഉള്ളത്. അമ്മ അറിയാമായിരുന്നു നേരത്തെ? ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പം ഇവരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ട് എത്തിയവരാണ്. വീടിൻ്റെ അടുത്തുള്ളവർ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പല ആളുകളും ഇങ്ങോട്ട് എത്താറുണ്ടായിരുന്നു. ഇവിടെ ഇവരുടെ വീട്ടിലായിരുന്നു തൊഴിലുറപ്പിൻ്റെ പണി. അങ്ങനെ അവിടെ പോയതാണ്. പോകാൻ സമയത്താണ് നമ്മൾ അറിഞ്ഞത്. കുട്ടിയെ കണ്ടിരുന്നോ മുമ്പൊക്കെ വന്നപ്പോഴെങ്ങാനും? അപ്പനാര് മരിച്ചപ്പോൾ വന്നപ്പോൾ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊക്കെ? ഒന്നും അറിഞ്ഞൂടാ. കുട്ടി നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു? നല്ല കളിച്ചുകൊണ്ടൊക്കെ നല്ല കൊച്ചായിരുന്നതാണ്. സംസാരിക്കുമായിരുന്നു. എന്തായാലും ഇവരൊക്കെ ഈ വിവരം അറിഞ്ഞിങ്ങോട്ട് വന്നതാണ്. ശ്രീധുവിൻ്റെ അച്ഛൻ്റെ മരണ ചടങ്ങുകൾക്ക് ഒക്കെയായി ഇവരൊക്കെ ഉണ്ടായിരുന്നു. അജിംഷാദ്, ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കിണറിനോട് ചേർന്ന തൊട്ടടുത്ത ഒരു ഷെഡിൽ അജിംഷാദ്, ഈ തൊട്ടടുത്ത ഷെഡിലായി ഒരു 3 കയറുകൾ ഒക്കെ കെട്ടിയിട്ട നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ദുരൂഹത പൂർണ്ണമായും നീക്കാൻ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരനും ഈ കുട്ടിയുടെ അച്ഛനും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. നമുക്ക് ഈ വഴികളൊക്കെ കാണാം. ഇങ്ങനെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ആണ് ഇവരുടെ വീട്ടിലേക്ക് എത്തേണ്ടത്. 3 വർഷത്തോളമായി ഇവരിവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിന് തൊട്ടടുത്ത ആളുകളൊക്കെയായി നന്നായി ഇടപഴകുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത്. അവരൊക്കെ ആ കാര്യം നേരത്തെ നമ്മളോട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊക്കെ ഇവരെ പരിചയവുമുണ്ട്. എന്തായാലും അമ്മ വീട്ടിനടുത്ത് താമസിക്കുന്ന ആളാണ്. അറിയാമായിരുന്നു നേരത്തെ? എങ്ങനെയായിരുന്നു ഇവർ? നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ആൾക്കാരൊക്കെ തന്നെ ഇടപെടുന്ന ആളാണ്. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ വന്നിട്ട്? 3 വർഷമായെന്ന് പറയണം. 3 വർഷമായി. കുട്ടിയൊക്കെ അടുത്ത വീട്ടിലൊക്കെ വരാറുണ്ടോ? ഇല്ല. ഈ ഭർത്താവ് സ്ഥിരമായി ഇവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ഭർത്താവ് വരില്ല. ഈ ആവശ്യമായിട്ട് രാത്രി വന്നതല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? നമുക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും കേക്കോ അങ്ങനെ വഴക്കോ? അറിയില്ല. ഇവരുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകാറുണ്ടോ? ഇല്ല. നമ്മളപ്പുറം പോകില്ല. ജോലി എന്തായിരുന്നു അവർക്ക്? അവർക്ക് ദേവസ്വം ബോർഡിലായിരുന്നു. താൽക്കാലിക. അജിംഷാദ്, ഇതാണ് എല്ലാവരോടും നന്നായി ഇടപഴകുകയൊക്കെ ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് കുടുംബം. ഈ ഇവിടുത്തെ, അതായത് ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ഈ ശ്രീധു എന്ന് പറയുന്നത്. എങ്ങനെ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇവർ സ്വന്തമായി കുറച്ച് അപ്പുറത്തെ ഭാഗത്ത് ഇവർക്ക് മറ്റൊരു വീടുണ്ട്. ഇവിടെ ജോലി സൗകര്യവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പോയി വരാനൊക്കെയായി ഇവർ ഇങ്ങോട്ട് വാടക വീട്ടിൽ വന്ന് താമസിക്കുന്നതാണ് കഴിഞ്ഞ 3 വർഷമായി. ഇവർക്കൊക്കെ നല്ല അടുപ്പം ഉള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ ആ കടയിലെയൊക്കെ ചേച്ചിമാരൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതും അതുതന്നെയാണ്. എന്താ അറിഞ്ഞത് നിങ്ങൾ ആ സമയത്ത്? കൊച്ചിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരോടെ ആ കൂട്ടത്തിൽ കൂടെ ഞങ്ങളും കൂടെ വന്നതാണ്. എല്ലാ ബാക്കി കാര്യമൊന്നും എനിക്ക് അറിഞ്ഞില്ല. എന്താ ബന്ധുവാണോ? എന്താ അവരുമായിട്ടുള്ള ബന്ധം? ബന്ധം എൻ്റെ അനിയത്തിയുടെ മകളാണ്. എൻ്റെ അനിയത്തിയാണ്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടായിരുന്നു. അതൊന്നും നമുക്കറിയില്ല. അതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ വരൂലല്ലോ. വീട്ടില് ഇവർക്ക് സ്വന്തമായിട്ട് വീട് അതെവിടെയാ? സ്വന്തം വീടുണ്ടോ? സ്വന്തം വീട് കുറച്ച് അങ്ങ് താഴെ പോകണം. ഈ ബന്ധുക്കളെന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പണം ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഞങ്ങളുടെ അടുത്തൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? അതിനെപ്പറ്റി നമുക്കറിയില്ല.
അവർക്കും അക്കാര്യത്തിലൊന്നും തന്നെ കൂടുതൽ എന്തായാലും ഇത് ബന്ധുവാണ്, ശ്രീധുവിൻ്റെ ബന്ധുവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.